ഇന്നൊരു വിഷു വ്ലോഗ് ആട്ടോ. അപ്പോൾ രാവിലെ തന്നെ കണിയൊക്കെ കണ്ട് നമുക്ക് വിഷു എന്ന് പറയുമ്പോൾ കണിക്കൊന്ന കണി അതൊക്കെയാണല്ലോ, പിന്നെ കൈനീട്ടം, ഇതൊക്കെയാണല്ലോ നമ്മുടെ വിഷുവിന്റെ മെയിൻ അട്രാക്ഷൻസ്. അപ്പൊ തലേദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് രാവിലെ വിളക്കൊക്കെ കൊളുത്തി എല്ലാവരെയും വിളിച്ചുണർത്തി കണി കാണിച്ചിട്ടോ. സത്യം പറഞ്ഞാൽ നേരത്തെ എന്റെ വിഷു എന്ന് പറയുന്നത് ഞാനും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ഉള്ള ഒരു വിഷുവാണ്. ഞങ്ങൾ രാവിലെ വീട്ടിൽ കണി ഒരുക്കി വിഷുക്കായി നീട്ടമൊക്കെ അച്ഛന്റെ അമ്മയുടെ നിന്നും ഞാൻ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ സദ്യ ഉണ്ടാക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ വിഷു. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ ആ ഒരു ചെറിയ ഫാമിലിയിൽ നിന്നിപ്പോ ഒരു വലിയ ഫാമിലിയിലേക്ക് മാറിയിരിക്കാട്ടോ. ഇവിടെ വിഷു ആഘോഷം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ഫാമിലിയിലെ ആൾക്കാരും ഒരുമിച്ച് നമ്മുടെ കണ്ണപ്പന്റെ വീട്ടിൽ കൂടുന്നാട്ടോ. അപ്പൊ അത് തന്നെ ഭയങ്കര ഒരു ഭയങ്കര സന്തോഷവും ഭയങ്കര ആഘോഷവും ഒരുപാട് അടിപൊളി ഒരുപാട് രസമാണ് അങ്ങനെ എല്ലാവരുമായിട്ട് കൂടുന്നത്. അപ്പം ഇപ്രാവശ്യത്തെ വിഷുവും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ രാവിലെ തന്നെ അച്ഛനും അമ്മയും റാന്നിന്ന് വരുന്നുണ്ട്. അപ്പൊ റെഡി ആയിട്ട് അവരെ വെയിറ്റ് ചെയ്യാട്ടോ. അപ്പൊ കുറെ നേരത്തെ വെയിറ്റിംഗിന് ശേഷം അച്ഛനും അമ്മയും വന്നവർ ഒരുപാട് കാര്യങ്ങൾ കൈകൊണ്ടാട്ടോ വന്നത്. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷുക്കോടിയും കൊണ്ടാട്ടോ വന്നത്. എല്ലാവർക്കും വിഷുക്കോടി കൊടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം വിഷുക്കൈ നീട്ടം തന്നു. നമ്മുടെ മെയിൻ അട്രാക്ഷൻ അതാണല്ലോ. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് പിന്നെ അവർ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ തുറന്ന് നോക്കി എടുക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും വിഷുക്കോടിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശീലാമ അനുവദിച്ചും അവർക്ക് അങ്ങോട്ടും വിഷുക്കോടിയൊക്കെ കൊടുത്തോട്ടോ. അപ്പൊ നമ്മുടെ ആഘോഷം ഇന്ന് കണ്ണപ്പന്റെ വീട്ടിലാണ്. അപ്പൊ രാവിലെ തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഞങ്ങളാണ് തോന്നുന്നു ഫസ്റ്റ് വന്നത്. എല്ലാവരും വരുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും അവിടെ ഇവിടെയായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ട് വേണം നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ. പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഫാമിലീസ് കൂടി ചേർന്ന് ഒരു വിഷു ആഘോഷം ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ ഷാച്ചിയൊക്കെ നമുക്ക് വിഷുക്കായി നീട്ടം തരും കേട്ടോ. ഓരോരുത്തരായിട്ട് നമ്മളിങ്ങനെ ക്യൂ നിന്ന് വിഷുക്കായി നീട്ടം ഷാച്ചി ഒരു ആമാടപ്പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് വിഷുക്കായി നീട്ടമൊക്കെ വാങ്ങി. അതിനുശേഷം ഞാൻ അവയും കൂടെ ഒരു റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മോഹൻലാലിനും ഒക്കെ ഒറ്റ തവണ ടേക്ക് എടുത്താൽ മതി എന്ന് പറഞ്ഞ് അവസാനം ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്തത് അഭിയാണ്. അഥവാ മുതു വെയിലത്ത് നിന്നിട്ടാണ് ഞങ്ങൾ റീൽ എടുത്തതെന്ന് ഓർക്കണം. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇതിനിടയ്ക്ക് സജീവച്ചയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സജീവച്ച എന്ന് പറയുന്നത് ഇവിടുത്തെ അനുചരയ്ക്ക് അച്ഛന്റെ അനിയന്റെ മോനാട്ടോ. അപ്പൊ ഇത് സജീവച്ചയുടെ അമ്മയാട്ടോ. അപ്പൊ അമ്മണിയമ്മ എന്ന പേര്. അപ്പൊ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വിഷു ആയിട്ട് ഇങ്ങോട്ട് വന്നത്. പിന്നെ അവിടെ കുറെ നേരം ചെലവഴിച്ചിട്ടാട്ടോ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോയത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗെയിം ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മുടെ അഭിയാട്ടോ എല്ലാ പ്രാവശ്യവും എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അത് ഹോസ്റ്റ് ചെയ്യുന്നത് അഭിയാണ്. അഭി തന്നെയാണ് ഗെയിം കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതും. അപ്പൊ ഇപ്രാവശ്യം അഭി അവിടെ നിന്ന് എന്തൊക്കെയോ ഗെയിംസ് ഒക്കെ തപ്പിപ്പിടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗെയിംസ് ആണ് തപ്പിപ്പിടിച്ചോണ്ട് വന്നത്. അപ്പൊ നമ്മുടെ കുടുംബത്തിലെ കലാകാരന്മാരൊക്കെ അതിന്റെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ചെറിയ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്. അപ്പൊ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഗെയിം എന്താന്ന് വെച്ചാൽ ഒരു ആളിന്റെ പേരോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേരോ ഒക്കെ എന്താണെങ്കിലും നമുക്ക് ലോട്ട് എടുക്കണം. അതിൽ എന്താണോ പറയുന്നത് അത് ഒന്നെങ്കിൽ അഭിനയിച്ച് കാണിക്കണം. അഭിനയിച്ച് കാണിച്ചു കഴിയുമ്പോൾ അത് കൂട്ടത്തിലുള്ള ആൾക്കാർ അത് പറയണം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പണിഷ്മെന്റ്, പറഞ്ഞാൽ അത് കാണിച്ച ആൾക്ക് പണിഷ്മെന്റ്, അങ്ങനെ എന്തൊക്കെയോ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അതിൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടോ. ചിലരുടെയൊക്കെ ആക്ടിങ് കാണുമ്പോൾ അവരൊന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ് ചിരിച്ച് മണ്ണ് തപ്പും. അങ്ങനെ ഗെയിമിന്റെ ഇടയിൽ ഷീലാമയ്ക്ക് പണിഷ്മെന്റ് കിട്ടിയിട്ടോ. നമ്മൾ നല്ല അടിപൊളിയായിട്ട് പാടി കേട്ടോ. ഇതാ നമ്മുടെ ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾ എല്ലാവരുടെ പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് ആഘോഷമാക്കി തിമിർത്ത് ഇപ്രാവശ്യത്തെ വിഷു സൂപ്പർ ആക്കി.